അപ്പോൾ തയമ്മുമിൻ്റെ രൂപമാണ് കാണിക്കാൻ പോകുന്നത്. 7ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠം തയമ്മും. വുളൂ ചെയ്യാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ തയമ്മും ചെയ്യാൻ ആർക്കും അറിയാറില്ല. കാരണം തയമ്മും ചെയ്യുന്ന ആവശ്യം ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനെ ആവശ്യം വന്നു കഴിഞ്ഞാൽ തയമ്മും ചെയ്യണം. നമസ്കാരം ഒരിക്കലും മുടക്കാൻ പാടില്ല. തയമ്മും ചെയ്യുന്നത് ഒന്ന് വെള്ളം ഇല്ലാത്തതിന്, അതല്ലെങ്കിൽ വെള്ളം ഉണ്ടായിട്ടും വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാലാണ് തയമ്മും ചെയ്യേണ്ടത്. തയമ്മും ചെയ്യുന്ന രൂപമാണ് കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ മണ്ണുണ്ട് എന്ന് എല്ലാവരും സങ്കല്പിക്കാം. മണ്ണെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ഷർത്തുകളിൽ നിന്ന് ഒന്നാമത്തെ എന്താണ്? തനിച്ച പൊടിമണ്ണ്. തനിച്ച പൊടിമണ്ണ് ഇവിടെ ഉണ്ട് എന്ന് എല്ലാവരും സങ്കല്പിക്കാം. എങ്ങനെയാണ് മണ്ണടിക്കുന്ന രൂപം? കൈ ഇങ്ങനെ കൂട്ടിപ്പിടിക്കാൻ പാടില്ല. പറ്റുമോ? കൈ ഇങ്ങനെ പരത്തി പിടിക്കാം. ഇത് ആദ്യം എന്ത് ചെയ്യുക? 2 അടിയുള്ളൂ. ഒന്ന് കയ്യിനും രണ്ടാമത്തെ മുഖത്തേക്കും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? മണ്ണടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കയ്യിൽ മണ്ണുണ്ടാവും. കയ്യിൽ മണ്ണുണ്ട്. സങ്കല്പിക്കുന്നത് ഇതിലിപ്പോൾ എന്താണ്? മണ്ണുണ്ട്. അപ്പോൾ ഈ മണ്ണ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് ഇങ്ങനെ കൊടാം. ഈ കുടയിൽ ഇങ്ങനെ കൊടാൻ പാടില്ല. ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ? ഈ മണ്ണിലേക്ക് തന്നെ വീടും. അത് മുസ്താമലാവും. അതിനകത്തിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുടഞ്ഞോ? കുടഞ്ഞു കഴിഞ്ഞാൽ എന്താ നീയത്ത്? ആ നീയത്ത് പരിപൂർണമായ നീയത്ത് വെക്കുക. നമ്മൾ മുഖം തടവുക. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഒന്നാമത്തെ ഫർദ് വീടി മുഖം തടവി. നമ്മൾ ഇനി കയ്യിൽ മണ്ണ് കണ്ടിട്ട് എന്താ ചെയ്യുക? തട്ടിക്കളയണം, നല്ലോണം തട്ടിക്കളയണം. കയ്യിൽ പിന്നെ മണ്ണ് മുണ്ടാൻ പാടില്ല. പിന്നെ ഒരടി കൂടി ഉണ്ട്. 2ാമത്തെ അടിയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതാ, ഒന്നാമത്തേൽ മോതിരം ഊരിൽ എന്തുണ്ട്? സുന്നത്തുണ്ട്. ഇനി മോതിരം ഒന്നാമത്തേൽ ഊരിയില്ല, പക്ഷെ 2ാമത്തെ അടിയിലും മോതിരം ഊരിൽ എന്താണ്? നിർബന്ധമാണ്. മോതിരം ഊരി വെക്കണം. മോതിരം ഉള്ള ആളുകളൊക്കെ പറഞ്ഞത്. അപ്പോൾ 2ാമത്തെ അടി അടിക്കാൻ പോവാണ്. 1ാമത്തെ അടി കഴിഞ്ഞു, മുഖം നമ്മൾ തടവി. 2ാമത്തെ അടി ഇതായിരുന്നു, അടിച്ചു. കഴിഞ്ഞ പോലെ തന്നെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞു. നമ്മൾ കഴിഞ്ഞാണ് നേരെ ശ്രദ്ധിക്കേണ്ടത്. ഈ കൈ തടവുന്നതാണ് നേരെ ശ്രദ്ധിക്കേണ്ടത്. സാധാരണ നമ്മൾ വുളൂ ചെയ്യുന്നത് പോലെയല്ല. ഇടത്തെ കൈ ഉണ്ടോ? ഈ ഇതുണ്ടോ? ഇതിങ്ങനെ ഉണ്ടോ? ഇതിങ്ങനെ ഈ തള്ളവിരല് ഇതൊന്നിങ്ങനെ കൂട്ടിപ്പിടിക്കുക. എന്നിട്ട് ഈ 4 വിരലുണ്ടോ? ഈ 4 വിരൽ ഈ വിരലിൻ്റെ അടിഭാഗത്ത് മനസ്സിലാവും. കണ്ടോ? ഇപ്പം ഈ പൊടി മണ്ണ് പടിയുണ്ട്. അപ്പോൾ ഇത് അവിടെ വെച്ചു. ഇവിടെ വെച്ച് നേരെ ശ്രദ്ധിക്കുക. തയം ചെയ്യുന്ന രൂപം ഒരിക്കലും മറക്കില്ല. ഇതിൻ്റെ അടിഭാഗത്തൂടെ ഇങ്ങനെ വരിക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നേരെ ശ്രദ്ധിച്ചോളി. തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇടത്തെ കൈയിൻ്റെ ഉള്ളം കൈ അവിടെ ഉള്ളത്. ഈ ഇതില്ല, ഈ ഉള്ളം കൈ ഇവിടെ കണ്ടോ? ഇത് നേരെ കൊണ്ടുപോവാം. ഇവിടെ കൊണ്ടുപോയാൽ തിരിക്കുക. തിരിച്ചിട്ട് ഈ തള്ളവരലുണ്ടോ? ഈ തള്ളവരല് ഇങ്ങനെ തടവിയ എന്തായി? 1ാമത്തെ പരിപാടി കഴിഞ്ഞു. 2ാമത്തതും അതുപോലെ ഇടത്തെ കൈ പിടിക്കുക. ഇടത്തെ കൈയിൻ്റെ അടിഭാഗത്ത് ഈ വിരൽ. അപ്പോൾ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ്. ഈ വിരലിൻ്റെ അടിഭാഗത്ത് വേണണ്ടോ? ശ്രദ്ധിക്കണ്ടോ? എന്താ പറയാ? അടിഭാഗത്ത് കൂടെ വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചാൽ നേരെ കൊണ്ടുപോവുക. ഈ തള്ളവരൽ തട്ടരുതട്ടോ. തള്ളവരൽ ഇവിടെ തട്ടരുത്. നേരെ പോവുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ തള്ളവരൽ ഇവിടെ തടവുക. ഇതാണ് തയമ്മും ചെയ്യുന്ന രൂപം. മോതിരം ഊരൽ 2ാമത്തെ അടിയിൽ നിർബന്ധമാണ്. ആകെ 2 അടി. 1ാമത്തെ അടി നമ്മുടെ മുഖത്തേക്കും 2ാമത്തെ അടി 2 കൈകൾക്കും വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്. അതിനാദ്യം എന്തോ വേണം? തയമ്മും ചെയ്യുന്നതിന് മുമ്പ് മണ്ണെല്ലാം റെഡിയാക്കി വെക്കണം. തനിച്ച ശുദ്ധിയുള്ള പൊടിമണ്ണ് വേണം. പിന്നെ ബാങ്ക്, അതായത് നിസ്കാരത്തിൻ്റെ സമയം ആയതിന് ശേഷമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. തയമ്മും ചെയ്യാൻ പറ്റുകയുള്ളൂ. നിസ്കാരത്തിൻ്റെ സമയത്തിന് മുമ്പ് തന്നെ തയമ്മും ചെയ്ത് റെഡിയായിരിക്കാൻ പറ്റുകയില്ല. മനസ്സിലായോ? ഇനി മനസ്സിലായോ? ഇനി എല്ലാവരും ഇത് ചെയ്ത് പഠിക്കണം. തയമ്മും ചെയ്യുന്ന രൂപം എല്ലാവരും ചെയ്ത് പഠിച്ചാൽ മാത്രമേ പഠിയുള്ളൂ. അതുകൊണ്ടാക്കുന്ന പോലെ നമ്മൾ കൈ കഴുകണ്ട, തല തടവണ്ട, പിന്നെ കാല് കഴുകണ്ടാവുന്നില്ല. പിന്നെ വുളൂവിൻ്റെ എല്ലാ സുന്നത്തുകളും ഇതിലുണ്ട്. പിന്നെ വുളൂവിൽ നമ്മൾ എല്ലാ പ്രാവശ്യം 3 പ്രാവശ്യം ആക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും.
തയമ്മുമിനെ അത് 100 പ്രാവശ്യം ആക്കുകയാണ് ചെയ്യുക. പല ആളുകൾക്കും സംശയം എന്താണ്, തയമ്മം ചെയ്താൽ നമ്മുടെ മുഖത്തൊക്കെ മണ്ണാവുകയില്ലേ, പിന്നെ എങ്ങനെ നമ്മൾ വെള്ളമില്ലാതെ എങ്ങനെ ക്ലീനാക്കാം? അതിന് ഒരുപാട് മണ്ണൊന്നും വേണ്ട, നമ്മുടെ കയ്യിൽ മണ്ണ് ഉണ്ടായാൽ മതി ചെറുതായിട്ട് കേട്ടോ. മനസ്സിലായോ?